പുസ്തകത്തിൻ്റെ രസകരമായിട്ടുള്ള ഒരു ആഖ്യാന രചന മാത്രമല്ല, നമ്മളെ പിടിച്ചു കുലുക്കുന്ന ഒരു കഥാതന്തുവാണ് ഈ കഥയിലൂടെ നമ്മളുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറാൻ പോകുന്നത്. അത്ര ഭംഗിയായിട്ടുള്ള ഒരു കഥ, ഇത്ര രസകരമായ തൃശ്ശൂരിൻ്റെ ലാംഗ്വേജിനെ, ഇതിപ്പോൾ തൃശ്ശൂരിൻ്റെ ലാംഗ്വേജിനെയാണോ ഈ കഥയിലൂടെ അന്വർത്ഥമാക്കുന്നത്, അത് തൃശ്ശൂരിൻ്റെ ലാംഗ്വേജിൽ കൂടെ ഈ കഥയാണോ കൂടുതൽ സാർത്ഥകമാകുന്നതെന്ന് പറയാൻ പറ്റില്ല. രണ്ടും പരസ്പര പൂരകമായിട്ട് നിൽക്കുകയാണ്. ഈ കഥയിൽ ഇപ്പൊ നേരത്തെ ചോദിച്ചു കഥയ്ക്ക് എങ്ങനെയാണ് ഈ പേര് വന്നതെന്നുള്ളത്. കുത്തും കോമിയം, ഈ കുത്തും കോമിയം ഇട്ടിട്ട് തന്നെയാണ് വിനോദ് ഞങ്ങളുടെ അടുത്തേക്ക് ഈ പുസ്തകം തരുന്നത്. ഈ പുസ്തകം വായിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ പുസ്തകത്തിന്റെ കഥയിൽ നിന്നാണോ ഈ പേരുണ്ടായത്, അതോ പേരിൽ നിന്നാണോ ഈ കഥ ഉണ്ടായത് എന്നുള്ളത് നമ്മൾ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു വിഷയമാണ്. അത്ര അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു പേരാണ് ഈ കഥയ്ക്ക്. ഇത് വിട്ടിട്ട് നമുക്ക് വേറൊരു പേര് ഇതിന് കൊടുക്കാൻ പറ്റില്ല. വേറൊരു പേര് ഇട്ടെന്ന് വെച്ചാൽ ഈ കഥ അല്ലെന്ന് വെച്ചാൽ ഈ പുസ്തകം ഇത്ര ഭംഗിയായിട്ട് നിലനിൽക്കില്ല. അതിനുശേഷം ഈ പുസ്തകം നമ്മൾ എടുത്തതിന് ശേഷം വളരെ പെട്ടെന്നായിരുന്നു ഈ പുസ്തകത്തിന്റെ നിർമ്മിതിയും. ഇത് ഈ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചപ്പോൾ ഇങ്ങനെ ഒരു ഇതിന്റെ തുടക്കത്തിന്റെ മറ്റൊരു തന്നെ വിനോദിന് ഇങ്ങനെ ഒരു പരിപാടി നടത്തണം, അങ്ങനെയുള്ള ഒരു ആലോചന ഞങ്ങളുടെ മനസ്സിലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പുസ്തകം കഴിഞ്ഞ ബുധനാഴ്ച പ്രിന്റ് ചെയ്ത് കിട്ടി. അപ്പോഴാണ് വിനോദ് പറയുന്നത് നമുക്ക് തൃശ്ശൂർ വെച്ചിട്ട് എന്തെങ്കിലും ഒരു ചെറിയ പരിപാടി നമുക്ക് അറിയാം. അങ്ങനെ പെട്ടെന്ന് ഒരു 2-3 ദിവസം കൊണ്ട് ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ് ഇത്. അതിന്റെ മെയിനായിട്ടുള്ള എല്ലാ ഉത്തരവാദിത്വവും ആർക്കെയാണ്. അദ്ദേഹം ഇടപെട്ടിട്ടാണ് ഇങ്ങനെ ഭംഗിയായിട്ട് ഇത്രയധികം ആൾക്കാരും ഇതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആസ്വദിക്കുന്ന ഒരു വേദിയും നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റിയിട്ടുള്ളത്. ഇത് കൂടാതെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നമ്മുടെ വിനോദ് ഒരു എഴുത്തുകാരൻ മാത്രമല്ല, ഒരു പ്രസാധകൻ കൂടിയാണ്. അദ്ദേഹം ഒരു പുസ്തക പ്രസിദ്ധീകരണശാലയുണ്ട് അദ്ദേഹത്തിന് സ്വന്തമായിട്ട്. അപ്പോൾ ഞങ്ങളത് കുറച്ചു നാളെ കയ്യിൽ വെച്ചപ്പോൾ അദ്ദേഹത്തിന് ഐഡിയ ഉണ്ടായിരുന്നു, ഞാൻ തന്നെ ഇത് പ്രസിദ്ധീകരിച്ചാലോ എന്ന്. അഖിൽശാല ഡ്രീം ബുക്സ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിൽ തന്നെ രാധാകൃഷ്ണന്റെ ഒരു ബുക്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പിന്നെ 2 ബുക്കുകളും കൂടി 4 ബുക്കുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ബുക്സും ഇവിടെ നമുക്ക് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ ബുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഈ പുസ്തകം മേടിക്കാം. 120 രൂപയുടെ 100 രൂപയാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. എല്ലാവരും വാങ്ങിക്കണം. നിങ്ങളത് ഒരിക്കലും നിങ്ങൾക്കൊരു നഷ്ടമായി തീരില്ല. എല്ലാവരും വാങ്ങിക്കണം. നമുക്ക് കഴിയുന്നത്ര നമ്മുടെ തൃശ്ശൂർ ഭാഷ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ അടുത്തേക്ക് ഇത് എത്തിക്കാനും കൂടി നമുക്ക് പറ്റുന്ന ഒരു നല്ല ബുക്കാണ്. നമുക്ക് അഭിമാനത്തോടു കൂടി എല്ലാവർക്കും കൊടുക്കാം. വേറെ ഒന്നും പറയാനില്ല. എല്ലാവർക്കും